ഹനാൻ പറഞ്ഞ പഴയ കഥകൾ വീണ്ടും വോയിസ് ആയിട്ട് കുത്തിപ്പൊങ്ങുന്നുണ്ട്. പലരും അത് ഇടുന്നുണ്ട്, പലരും അത് എൻജോയ് ചെയ്യുന്നുണ്ട്. നേരത്തെ എൻജോയ് ചെയ്തിട്ടുണ്ട്. ലോകത്തിൽ ഞാൻ മാത്രമാണല്ലോ ഇനിയിപ്പോൾ അങ്ങനെ ചെയ്താലും ചെയ്ത ഒരു പെണ്ണല്ലേ. ഓക്കെ, ശരി, ഓക്കെ, സെറ്റ്. ഞാനത് വേണ്ടെന്ന് വെച്ചുകൊണ്ടിരിക്കുവായിരുന്നു, അതിനെപ്പറ്റി പ്രതികരിക്കുന്നില്ലെന്ന്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അല്ലാത്തവരുടെ ഒക്കെ എടുത്ത് അവൾ ചാടുന്നല്ലോ, ഇത് സത്യമാണോ? നിനക്കൊക്കെ എന്തിൻ്റെ കേടാണ്? നാണമാകുന്നില്ലേ അത് പിന്നെയും കുത്തിപ്പൊക്കി എന്നെ പറ്റി ഇങ്ങനെ സംസാരിക്കാൻ? ഓക്കെ, ശരി, നിങ്ങളിങ്ങനെ സ്ഥാപിക്കുന്നവർ ഏതായാലും ഞാൻ എന്താ പറയുക, ദിവ്യമായിട്ടൊന്നും അങ്ങനെ ആവത്തില്ലല്ലോ. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യും, അതിൻ്റെ ഉത്തരവാദിയെ നിങ്ങൾ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ബാക്കി കാര്യം ചെയ്യും. അല്ല ഇപ്പം എനിക്കെന്താ പറയാൻ പറ്റുന്നത്? നിങ്ങൾ ഹോസ്പിറ്റലിൽ പറയുന്നു, അങ്ങനെ ചെയ്തെന്ന് പറയുന്നു. ഞാൻ ഇതിനെപ്പറ്റി ഒന്ന് പ്രതികരിക്കാതിരിക്കുമായിരുന്നു, കാരണം ഹനാൻ എൻ്റെ ഒരു സുഹൃത്തായിരുന്നു. പുള്ളിക്കാരി എങ്ങനെയാണ് ഇങ്ങനെ തിരിഞ്ഞെന്നും എനിക്കറിയില്ല. ഞാനൊരു കുറ്റം പറഞ്ഞായിട്ട് എങ്ങും കാണുന്നില്ല. പിന്നെ അവരെന്താണ് തിരിഞ്ഞെന്ന് എനിക്കറിയില്ല. ഇപ്പം അവരെൻ്റെ കൂട്ടുകാരിയല്ല, കാരണം എന്നെപ്പറ്റി അനാവശ്യം പറഞ്ഞാൽ അവരെൻ്റെ കൂട്ടുകാരിയല്ല. സോ എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം എന്നറിയാതെ വെറുതെ എന്നെ ഇട്ടി ക്രൂശിക്കുന്നവരോട് ഞാൻ പറയാം, എന്തായാലും ഞാൻ സ്വന്തമായിട്ട് ദിവ്യ ഗർഭം ഒന്നും ധരിക്കത്തില്ലല്ലോ. അപ്പം ഞാൻ ആ ഗർഭം ധരിച്ചു. സുധിച്ചേട്ടൻ വേറൊരു വോയിസ്, സുധിച്ചേട്ടനുള്ളപ്പം ഞാൻ ആരാണ്ടര ഗർഭം ധരിച്ചത്. നിനക്കൊക്കെ നാണമാകുന്നില്ല? നിന്റെയൊക്കെ വീട്ടിലെ കാര്യം അന്വേഷിക്കാനുള്ളതിന് ഈ രേണുസുതി എന്ത് കാണിക്കുന്നതെന്ന് നോക്കി നടക്കുന്ന ചെറ്റകളാണല്ലോ നീയൊക്കെ. നാണോ മാനമില്ലേ? ഹനാന്റെ വോയിസിനോട് പ്രതികരിക്കാൻ എനിക്ക് സൗകര്യമില്ല, ഇരിക്കുമായിരുന്നു. പക്ഷെ ഹനാൻ തന്നെ കൊണ്ടുവരട്ടെ ആ ഉത്തരവാദിയെ. ഒരു 22 വയസ്സുള്ള ചെറുക്കനെന്ന് പറഞ്ഞില്ലേ, ആ ചെറുക്കനെ കൊണ്ടുവരട്ടെ എന്നേ. പിന്നെ പണ്ടത്തെ ഒരു വോയിസ് ഞാൻ അറിഞ്ഞില്ല, ഫിറോസിക്കാടെ ഒരു വോയിസും ഇട്ടെന്ന് ഞാൻ അറിഞ്ഞു, CC ക്യാമറ കണ്ടെങ്കിൽ കൊണ്ട് വരട്ടെ എന്നേ. ആണില്ലാതെ പെണ്ണ് ഗർഭിണിയാകത്തില്ലല്ലോ, മനസ്സിലായോ? കൊണ്ടുവാടാ, എല്ലാവരും കൊണ്ടുപോവാ. ഈ പറയുന്നവനെല്ലാം കൊണ്ടുപോവാ ഇതിന്റെ ഉത്തരവാദിയെ അല്ലെങ്കിൽ ഉത്തരവാദികളെ. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് അങ്ങ് കേസ് കൊടുക്കാം. എന്തായാലും പീഡനമായിരിക്കുമല്ലോ അങ്ങനെയാണെങ്കിൽ തന്നെ, ഞാൻ അബോർഷൻ ആക്കണമെങ്കിൽ. സോ ഇനി ഇതിനെപ്പറ്റി പറഞ്ഞെങ്കിൽ നീയൊക്കെ ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും ഉത്തരവാദിയെ കൊണ്ടുപോവാ, മനസ്സിലായല്ലോ? അപ്പം നമുക്ക് അവിടെ വെച്ച് കാണാം. ഓക്കെ, സെറ്റ്. വീഡിയോ എല്ലാവരും കേട്ടല്ലോ. ചീള് കേസാ സത്യം പറഞ്ഞ. പക്ഷെ എനിക്ക് പോയിന്റ് ഔട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്തിനാണ് രേണു ഇത് എടുത്തിട്ടത്? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അതിനകത്ത് ഫസ്റ്റ് തന്നെ, ഇനിയിപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഞാനൊരു സ്ത്രീയാണല്ലോ ആദ്യമായിട്ട് ചെയ്തിരിക്കുന്നത്. ആ പോയിന്റ് എനിക്കിഷ്ടമായില്ല. മൂന്നാമത്തെ പോയിന്റ്, ഇനിയിപ്പോൾ നിങ്ങളൊക്കെ പറയുന്ന പോലെ ചെയ്തു എന്ന് വയ്ക്കുക. ഒരാണ്, ഫസ്റ്റ് ഓഫ് ഓൾ ഗർഭമല്ല, ഗർഭം. പെണ്ണ് ഒറ്റയ്ക്ക് ഗർഭിണിയാവില്ല, അപ്പൊ ആണിനെ കൊണ്ടുപോവാ. ഇത് ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞ ഒരു കേസാണ്. അത് ഹനാൻ പറഞ്ഞു എന്നെല്ലാം പറയുന്നു. ഇത് ബിഗ് ബോസിന് മുമ്പ്, ബിഗ് ബോസിന്റെ ഇടയിലൊക്കെ അത് കഴിഞ്ഞിട്ടൊക്കെ പൊട്ടിയ ഒരു കേസാണ് ഇത്. അപ്പൊ ഞാൻ പറയുന്നത്, അല്പമെങ്കിലും മെച്യൂരിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം രേണു യൂസ് ചെയ്യുക. ഇത് രേണുവിന്റെ പേഴ്സണലി ഇൻഡീപ്പ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. വെദർ ഇത് നടന്നിട്ടുണ്ടോ നടന്നിട്ടില്ലെന്ന് നമുക്കറിയത്തില്ല. ഹനാന്റെ വോയിസ് വന്നു എന്നാണ് പറയുന്നത്. ഇപ്പൊ ഹനാൻ വന്നു പറയട്ടെ. ആ കൊച്ച് ഉള്ളതാണെങ്കിൽ വന്ന് വിളിച്ചു പറയും. കാരണം ബിഗ് ബോസിൽ വെച്ച് എനിക്ക് അറിയാവുന്നത് ആ കൊച്ചിനെ. ഉള്ളതാണെങ്കിൽ അത് വന്ന് വിളിച്ചു പറയും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. രണ്ടാമത്തെ കേസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹനാന്റെ വോയിസിന് മറുപടി കൊടുക്കാൻ താല്പര്യമില്ല. ഇത് ഹനാന്റെ വോയിസ് കേട്ടിട്ട് വന്ന് സംസാരിക്കുന്ന നാട്ടുകാരോട് ചോദിക്കണോ നാണമില്ലേ എന്ന്. അതെന്ത് പരിപാടിയാ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങൾ എന്നെ ഈ വീഡിയോ കേൾക്കുന്ന ആൾക്കാർ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, അതെന്ത് പരിപാടിയാ? ഇപ്പൊ നമ്മളെ പറ്റിയിട്ട്, ഒരു സ്ത്രീയെ പറ്റിയിട്ട് ഏറ്റവും അതപ്പതിക്കുന്ന ഒരു സംഭവമാണ് ഇങ്ങനെ അബോർഷൻ ചെയ്തു, അല്ലെങ്കിൽ സുധിച്ചേട്ടനായിട്ട് ജീവിച്ചിരിക്കുന്ന സമയത്ത് അബോർഷൻ. സുധിച്ചേട്ടന്റെ പ്രൊഫൈൽ മാറ്റിയപ്പോൾ തന്നെ എല്ലാവരും ഹാർഡ്ലി നോട്ടഡ് ആണ് രേണുവിന്റെ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇൻ ബിറ്റ്വീൻ ഇന്ന് നമ്മുടെ കിച്ചുവിന്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്, അതിലേക്ക് ഞാൻ വരാം. ബിഫോർ ദാറ്റ് എനിക്കിത് കണ്ടപ്പോൾ എന്തിനാണ് പിന്നെയും ഇത് ഈ മലന്ന് കിടന്ന് തുപ്പുന്നതെന്നുള്ളൊരു സംഭവം എനിക്ക് തോന്നി. അപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതില് ഒരു കാര്യം രേണുവിന് സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്യാം. ഹനാനെ വിളിച്ച് സംസാരിച്ചത് എന്താ സത്യാവസ്ഥ എന്നുള്ളത് ക്ലിയർ ആക്കാം, രേണുവിന്റെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ. ഓക്കെ, സബ്സ്ക്രിപ്ഷൻ ലീക്കായപ്പോൾ പബ്ലിക്കായിട്ട് വന്ന് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ രേണു ഇത്രയും വലിയൊരു വൃത്തികേട് രേണു ചെയ്തിട്ടില്ലെങ്കിൽ, വൃത്തികേട് ഇൻ ദ സെൻസ് ലൈക്ക് ചെയ്യാത്തൊരു കാര്യം പറയുന്നത് മോശമാണല്ലോ, പ്രത്യേകിച്ച് അബോർഷൻ എന്നൊക്കെ പറയുന്നത്. എല്ലാം രേണുവിന്റെ പേഴ്സണൽ ഇഷ്ടമാണ്, രേണുവിന്റെ ലൈഫാണ്. ഇപ്പൊ രേണു പറഞ്ഞ പോലെ അബോർഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്
ചോദിക്കാം, നീ എന്തിനാ ചെയ്തതെന്ന് ചോദിക്കാനായിട്ട് ആർക്കും റൈറ്റ് ഇല്ല. അത് രേണു പറഞ്ഞത് ഞാൻ സമ്മതിക്കുന്നു, അത് രേണുവിന്റെ പേഴ്സണൽ ഇഷ്ടമാണ്. പക്ഷെ രേണു ഇപ്പൊ വീഡിയോസിൽ വന്ന് പറയുന്നത് ആണും കൂടി വേണ്ടേ, പെണ്ണ് മാത്രം പ്രഗ്നന്റ് ആവില്ലല്ലോ, അപ്പൊ ആണിനെ കൊണ്ടുപോവാ, ഹനാന്റെ വോയിസിന് ഞാൻ റിയാക്ട് ചെയ്യുന്നില്ല, ഇതൊക്കെ എടുത്തോണ്ട് വരുന്ന നിങ്ങളോടാണ് എനിക്ക് ചോദിക്കുന്നത് നാണമില്ലേ എന്നുള്ളത്. അപ്പൊ രേണുവിന് നാണമില്ലേ? രേണു ഞാൻ പറയട്ടെ, ഇതില് ഒന്നാമത്തെ കാര്യം, ഇത് ഹനാനോട് ചോദിച്ച് ക്ലിയർ ചെയ്യേണ്ട ഒരു സംഭവമാണ്. പിന്നെ ആരെയും ബോധിപ്പിക്കാൻ താല്പര്യമില്ല, മീഡിയക്കാർ അവിടെ കിടന്ന് പറഞ്ഞോട്ടെ, പറയുന്നവർ അവിടെ കിടന്ന് പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചു രേണുവിന് വേണമെങ്കിൽ ഇഗ്നോർ ചെയ്യാം. അതല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ വരെ ലീക്കായെന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കാൻ പോയ രേണുവിന് എന്തേ ഹനാനെതിരെ കേസ് കൊടുത്തില്ല? ഇത് ആദ്യം പൊട്ടിയപ്പോ ഞാൻ ചോദിച്ചതാ ഇത് വീഡിയോയില്. മനസ്സിലായോ? താങ്കളെ പറ്റിയിട്ട് ഒരു മോശമായ സംസാരം ഇങ്ങനെ ഒരു പെൺകുട്ടി പറഞ്ഞ് നടക്കുന്നുണ്ട്, എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല, ഇത് എന്നെ എന്താണ് മാനഹാനിയോ അങ്ങനെ എന്തൊരു സാധനം ചെയ്യാണ് എനിക്ക്. അതായത് ഇപ്പോ രേണുവിന്റെ പാരന്റ്സ് കിച്ചു ഋതപ്പനൊക്കെ ഉള്ള സമയത്ത് അവരും സോഷ്യൽ മീഡിയയിലൊക്കെ ഇതൊക്കെ കേൾക്കും കാണുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പൊ ഇത് കറക്റ്റ് ഓഫ് എന്താണ് മറ്റേ മാനഹാനിയും ഒക്കെ സംഭവങ്ങളാണ്. അപ്പൊ രേണുവിന് സ്ട്രേറ്റ് കേസ് കൊടുക്കാം. രേണു എന്തുകൊണ്ട് അത് കേസ് കൊടുക്കുന്നില്ല? എന്നിട്ട് രേണു ഹനാന്റെ വീഡിയോ കണ്ടിട്ട് റിയാക്ട് ചെയ്യുന്ന നാട്ടുകാരോട് പറയണ ആളെ വിളിച്ചോണ്ട് വരാൻ. ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഇത് ഇപ്പം ഉദാഹരണത്തിന് എന്നെ പറ്റിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് 101% എനിക്ക് ഉറപ്പുണ്ട്. എന്നാൽ നിങ്ങൾക്ക് മറുപടി തരുന്നതിന് മുമ്പ് ഇത് ആരാണോ പറഞ്ഞത് അവരുടെ അടുത്ത് പോയിട്ട് ഞാൻ ചോദിക്കുള്ളൂ എന്താ നിങ്ങളുടെ ഉദ്ദേശം എന്നുള്ളത്. അവരെ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ലീഗലി പോയിട്ട് ഏതറ്റം വരെ പോയിട്ടാണെങ്കിലും ഞാൻ എന്റെ മനസാക്ഷിക്ക് സമാധാനം കിട്ടാൻ ഞാനത് അവിടെ എന്റെ മനസാക്ഷി ഞാൻ അതവിടെ പ്രൂവ് ചെയ്യും. കാരണം അയാളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. ഏതൊക്കെ രീതിയിൽ കേസ് പോകാൻ പറ്റും ആ രീതിയിൽ പോയിട്ട് എന്തിനാണ് ഇല്ലാത്തത് ഇങ്ങനെ പറഞ്ഞതെന്നുള്ളത് ഞാൻ ആളെ കൊണ്ട് പറയിപ്പിക്കും. അതാണ് ഞാൻ ചെയ്യുക എന്റെ ജീവിതത്തിലാണ് ഇങ്ങനെ സംഭവിച്ചതെന്നുണ്ടെങ്കിൽ. ഓക്കെ, അതല്ലാതെ ഞാൻ വീഡിയോയിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ കണകൂടാന്ന് പറയില്ല. ഓക്കെ, അപ്പോ ഹോസ്പിറ്റലിന്റെ പേര് വരുന്നു, വോയിസ് പുറത്തോട്ട് വരുന്നു. നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഒരു ക്ലാരിറ്റി തരാം, അതല്ലെങ്കിൽ ഇതിനെപ്പറ്റി മിണ്ടാതിരിക്കാം. അതല്ലാതെ ഹനാൻ കൊണ്ടുവരട്ടെ എന്നൊക്കെ പറഞ്ഞ ആ കൊച്ചിന്റെ സ്വഭാവം എനിക്ക് അറിയാവുന്നത്. ആ കൊച്ചു ഇതിൽ സത്യാവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് കൊണ്ടുവരും. അതല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കുമായിരിക്കും. പക്ഷെ എന്തോ എനിക്കറിയത്തില്ല നിങ്ങൾ തമ്മിൽ എപ്പോഴാണ് ഉടക്കിയത് എന്താ ഏതാന്നൊന്നും എനിക്കറിയത്തില്ല. ഇങ്ങനെ ഒരു കേസ് ഉണ്ടെന്ന് പോലും ഞാൻ അറിഞ്ഞതും ഇതിലൂടെ തന്നെയാണ്. ഓക്കെ, അപ്പൊ എനിക്ക് ഇതിനകത്ത് തോന്നിയത് ഞാൻ അങ്ങനെ സംഭവം ചെയ്തിട്ടില്ല, ഞാൻ ലീഗലി പോവാണ് എന്ന് ഒറ്റയടിക്ക് നിർത്താം. അതല്ലാതെ ചോദ്യത്തില് ലോകത്തിൽ ഞാൻ മാത്രമാണല്ലോ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടാവുക അല്ലേ? ദാറ്റ്സ് എ റോങ് ക്വസ്റ്റ്യൻ. ഓക്കെ, സെക്കൻഡ് തിങ്, ഇനിയിപ്പോ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ ഒറ്റയ്ക്കാവില്ല, ഒരു ആണുണ്ടാവുമല്ലോ, ആ ആണിനെ കൊണ്ടുപോവാ. ദാറ്റ് ഓൾസോ റോങ് ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ, ഹനാന്റെ വോയിസിന് മറുപടി കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല. നാട്ടുകാരോടാണ് എനിക്ക് ചോദിക്കുന്നത്, നിങ്ങൾക്ക് നാണല്ലേ? അട്ടർ റോങ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് ലീഗലി പോയിട്ട് സോർട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ അതാണ് രേണുവിനും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ബെസ്റ്റ് മാറ്റർ. അതല്ലാതെ 12,000 പോലെ അല്ലെങ്കിൽ ഇങ്ങനെ വിഭ്രമിച്ചു കിടക്കുന്ന നാട്ടുകാരോട് കൊണ്ടുവരാൻ പറഞ്ഞു കഴിഞ്ഞാൽ that's not the perfect answer. If you want to prove the society, or if you want to make a clarity, ഇതാണ് ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് ഒരു സ്ത്രീയുടെ ഒരു അത്രയും പേഴ്സണൽ ഇൻഡീപ്പ് ആയിട്ടുള്ള ഒരു കാര്യം സുധിച്ചേട്ടനായിട്ട് കല്യാണം കഴിക്കുന്ന സമയത്ത് ഇതൊക്കെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ രേണുവിനെ ഭയങ്കര ഡീഫാം ചെയ്തിട്ടാണ് സംസാരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പൊ അത് അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കേസ് പോവാണ് രേണു വേണ്ടത്. അല്ലാതെ ഇങ്ങനെ മലന്ന് കിടന്ന് തുപ്പിയാൽ ഇതിലൊരു ക്ലാരിറ്റിയും വരുന്നില്ല. മനസ്സിലായോ? എത്ര ആൾക്കാർ എന്നെ പോലെ ചോദിക്കുന്നുണ്ടാവും. ഞാനിത് കേട്ടപ്പോ എനിക്ക് തോന്നിയത് ഇതാണ്, സബ്സ്ക്രിപ്ഷൻ വരെ ലീക്കായിട്ട് കേസ് കൊടുക്കാൻ പോയ രേണു ഹനാൻ ഇങ്ങനെ പറയുന്നത് തെറ്റാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഹനാനെതിരെ കേസ് കൊടുത്തുകൂടാ? കാരണം ഹനാൻ ആൻസറബിൾ ആണ്. രേണു ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ എന്തിന് ഹനാൻ ഇങ്ങനെ പറഞ്ഞു നടന്നു എന്നുള്ളത് ഷീ ഹാവ് ടു ആൻസർ. അത് ചെയ്യാതെ എന്താണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, ആൻഡ് കുറെ അതാണ് ഞാൻ കുറച്ച് വീഡിയോസ് ഫ്രണ്ടിൽ വെച്ചത്. മനസ്സിലായോ? എനിക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജോലി എടുക്കുക, കാര്യങ്ങളൊക്കെ വളരെ നല്ല കാര്യങ്ങൾ തന്നെയാണ്, അതിലൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ ആൻഡ് ഈ സബ്സ്ക്രിപ്ഷൻ ലീക്കാക്കുന്നവരോടാണ് പറയുന്നത്, അവരവരുടെ രീതിക്ക് കാര്യങ്ങൾ ചെയ്തു പോയിക്കോട്ടെ. നിങ്ങൾ എന്തിനാണ് അത് വെറുതെ ലീക്കാക്കിയിട്ട് ആ കൊച്ചിന്റെ കഞ്ഞിൽ പാറ്റിരുന്നത്? അത് അതിനറിയാവുന്ന പോലെ റീൽസ് ചെയ്തു സബ്സ്ക്രിപ്ഷൻ ഇട്ട് എത്ര പേര് സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നത്? അവരുടെ ഒന്നും ലീക്കാക്കാതെ രേണുവിന്റെ ഒക്കെ സബ്സ്ക്രിപ്ഷൻ ലീക്കാക്കണം, അത് വെറുതെ വേണ്ട, അത് ജീവിച്ചു പോയിക്കോട്ടെ. എന്തിനാ വെറുതെ ഉപദ്രവിക്കാൻ നിൽക്കുന്നത്? പക്ഷെ ഈ ഒരു കേസ് ഞാൻ പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്നത്, ഇങ്ങനെ ഒരു അവിഹിത ഗർഭം അല്ലെങ്കിൽ അബോർഷൻ ചെയ്തു എന്ന് വെറുതെ പറഞ്ഞ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ലീഗലി പോവാണ് വേണ്ടതെന്നുള്ളത് ഞാൻ പറയുന്നു. എന്റെ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ ഈ അഭിപ്രായത്തിനെ മാനിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബിലോ. ഓക്കെ,
എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കണതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇപ്പുറത്ത് ഒരു കൂട്ടം ആൾക്കാർ രേണുവിന്റെ ഗർഭം, രേണുവിന്റെ സബ്സ്ക്രിപ്ഷൻ, രേണുവിന്റെ കുറെ കാര്യങ്ങളൊക്കെ പുറകെയാണ് പോകുന്നത്. ഇപ്പൊ കിച്ചുവിന്റെ ലൈവ് വരുന്നു. അപ്പം കിച്ചു ഇതിനു മുമ്പും ഒരു സാധനം പൊട്ടിച്ചിട്ട് പോയതാണ് വീട്ടിൽ പോയി കഴിഞ്ഞപ്പോ ഉണ്ടായ ഒരു കാര്യം. ഇപ്പൊ വേറൊരു ലൈവ് ഒരു സംഭവം വീഡിയോ വന്നിട്ടുണ്ട്. ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാം. പക്ഷെ ബിഫോർ ദാറ്റ് എനിക്ക് ഇതൊന്ന് ക്ലിയർ ചെയ്യണമെന്ന് തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാവിട്ട വാക്കും കൈവിട്ട ആയുധവും തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. രേണു എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ലൈക്ക് എനിക്ക് പ്രേക്ഷകരോടും പറയാനുള്ളത്, ഓവറായിട്ട് ആ കൊച്ചിന്റെ പുറകെ ഇങ്ങനെ പോയി ബുള്ളി ചെയ്ത് വേണ്ട. നമുക്ക് ആരുടെയും മാനസികാവസ്ഥ മനസ്സിലാവില്ല. കാരണം അതതിനെ ജീവിക്കാൻ വേണ്ടിയിട്ട് പണിയെടുക്കുന്നു, സമ്പാദിക്കുന്നു, സൊസൈറ്റിയിൽ നിന്ന് ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ വരുന്നു. എത്രയൊക്കെ വീഡിയോന്റെ മുന്നിൽ ഇങ്ങനെ ഭയങ്കര സംഭവമായിട്ട് നിന്നാലും ആൾക്കും മെന്റലി നല്ല വിഷമവും ടെൻഷനും ഇറിറ്റേഷനും ഫ്രസ്ട്രേഷനും ഒക്കെ ഉണ്ടാവും. കാരണം നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾ നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ ഇടയിൽ ഏതോ ഒരു തന്തയില്ലാത്തവൻ അല്ലെങ്കിൽ ഒരുപാട് തന്തയുള്ളവൻ വന്നിട്ട് നമ്മളെ തെറി വിളിക്കുക, വൃത്തിയോട് പറയുക, എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും, റൈറ്റ്? അപ്പം ഈ ബുള്ളി ചെയ്യുന്നവരോടും അല്ലെങ്കിൽ ഈ ഇല്ലാത്തത് പറഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പറഞ്ഞതിനെ കൂട്ടി പറഞ്ഞ് നടക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ഓവർ സൈബർ ബുള്ളിങ് വേണ്ട. ഓരോരുത്തരുടെ മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാവില്ല. ആള് നല്ല ധൈര്യത്തോടെ നിൽക്കുന്നു എന്ന് വെച്ചിട്ട് ആളുടെ മനസ്സിന് നല്ല കട്ടിയുണ്ടാവണം എന്നൊന്നും വിചാരിക്കരുത്. അപ്പോ ഓവറായിട്ട് അങ്ങ് ബുള്ളി ചെയ്യണ്ടെന്നാണ് എന്റെ അഭിപ്രായം. ഞാനിവിടെ ബുള്ളി ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞത് രേണുവിന് എന്തുകൊണ്ട് ഇത് കേസ് കൊടുത്തൂടാന്നുള്ളൊരു ന്യായമായ ഒരു ചോദ്യമാണ് ഞാനിവിടെ ചോദിച്ചത്.